ഭഗവാൻ തുടരുകയാണ്. ധ്യാനം വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ ധ്യാനം സിദ്ധമാകുമ്പോൾ ചിരകാലം ധ്യാനിച്ച് ദൃഢമാക്കി നിർത്തണം എന്നൊക്കെ നേരത്തെ പറഞ്ഞു. അങ്ങനെ ചിരകാലം, കുറേ കാലം ധ്യാനിച്ച് മനസ്സ് അതിൽ ദൃഢമായി നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി ഭഗവാൻ പറയാൻ പോണത്. ഈ ഭഗവാൻ തുടരുകയാണ്. ഈ പരമാനന്ദാനുഭൂതി ഉണ്ടാകുന്നതോടെ, ഭഗവാനെ ധ്യാനിക്കുക മാത്രം നമ്മൾ ചെയ്തത്. പക്ഷെ നമുക്കുണ്ടായിട്ടുള്ള അനുഭവം പരമാനന്ദാനുഭൂതിയാണ്. പരമമായ ആനന്ദത്തിൻ്റെ അനുഭൂതി, സച്ചിദാനന്ദ സ്വരൂപിയുടെ ആനന്ദാനുഭൂതിയാണ് നമുക്കുണ്ടാകുന്നത്. ഇതൊക്കെ ഉണ്ടാകുമോ എങ്ങനെ അറിയാം? ചെയ്തു നോക്കുക. ഒരു റെസിപ്പി, ആഹാരം പാചകം ചെയ്യുന്ന വിധി നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ആ വിധിപ്രകാരം ആഹാരം ഉണ്ടാക്കിയാൽ രുചികരമായിരിക്കുമോ എന്നറിയാൻ എന്തു ചെയ്യണം? ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതുണ്ടാക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? ആ വിധിയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും, എല്ലാ കാര്യങ്ങളും നമ്മൾ സംഘടിപ്പിക്കും. ആ പാചക വിധിയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും, അവശ്യ വസ്തുക്കളും സംഘടിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ പാചകം ചെയ്യുക. അതേപോലെ ഈ വിധിയിൽ പറഞ്ഞിട്ടുള്ളതിൻ പ്രകാരം ഭഗവാനെ ധ്യാന വിഷയമാക്കിയാൽ പരമാനന്ദാനുഭൂതിയുണ്ടാകും. ഭഗവാനാണ് സാക്ഷ്യപ്പെടുത്തുന്നത്, ഞാനും നിങ്ങളും അല്ല പറയുന്നത്. അപ്പോൾ ഇത് ചെയ്തു നോക്കാതെ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇതൊക്കെ ശരിയായിരിക്കുമോ എന്നറിയാൻ ബുദ്ധിപരമായിട്ടുള്ള ചർച്ചകൾ കൊണ്ടൊന്നും കാര്യമില്ല. ഇത് ചെയ്തു നോക്കുക തന്നെ വേണം. അതിന് ഈ പുസ്തകം പാരായണം ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ നിരന്തരം ഭാഗവതം വായിക്കുന്നതാണ്, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പുസ്തകം വായിക്കാനുള്ളതാണ്, വായിക്കുന്നത് അതിലെ ആശയങ്ങളെ ഉൾക്കൊള്ളാനാണ്. അതിലെ ആശയങ്ങളെ ഉൾക്കൊണ്ട് അത് ചിന്താവിഷയമാക്കിയതിന് ശേഷം സ്വജീവിതത്തിൽ നടപ്പിലാക്കാൻ ഉള്ളതാണ്. അല്ലാത്ത വായനയൊക്കെ വെറും വായന മാത്രമാണ്. ഭഗവാൻ തുടരുകയാണ്. ഈ പരമാനന്ദാനുഭൂതി ഉണ്ടാകുന്നതോടെ, ഈ അനുഭവം ഉണ്ടാകുന്നതോടെ ശബ്ദം, സ്പർശം തുടങ്ങിയ വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായ വിരക്തി ഉണ്ടാകുന്നു. അതുവരെ ആശ്രയമായിരുന്ന അഹങ്കാരം പൂർണ്ണമായും നശിക്കുന്നു. തൽഫലമായി ധ്യാതാവ്, ധ്യേയം, ധ്യാനം എന്നീ 3 കാര്യങ്ങളുടെ ലാഞ്ചന പോലും ഇല്ലാതാവുകയും മനസ്സ് പരമാനന്ദത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. അതോടെ ജീവാത്മാവ് സ്വരൂപം തന്നെയായ ഏകനായ ആത്മാവായി ഭവിക്കുന്നു. ശരീരം, ഇന്ദ്രിയങ്ങൾ, അഹങ്കാരം എന്നിവയെ അതുവരെ ദർശിച്ചു കൊണ്ടിരുന്ന മനസ്സ് നശിച്ചു പോയതിനാൽ ആത്മാവിൽ നിന്ന് ഭിന്നമായിട്ടുള്ള മറ്റൊന്നിനെയും കാണുന്നതേയില്ല. ഏകനായ പരമാത്മാവിനെ മാത്രം മറവ് കൂടാതെ സാക്ഷാത്തായി കാണുന്നു. ജീവാത്മാവ് പരമാത്മാവ് എന്ന ദ്വന്ദ്വഭാവത്തെ വിട്ട് സർവാത്മാവായി പ്രകാശിക്കുന്നു. ഇത് തന്നെയാണ് നിർവാണം അഥവാ ആത്മസാക്ഷാത്കാരം. ആത്മസാക്ഷാത്കാരം എങ്ങനെയാണ് കിട്ടുക എന്ന് കൃത്യമായിട്ട് പറയുകയാണ് ഭാഗവതത്തിൽ. ഇത്രയും കൃത്യമായിട്ട് പറയുന്ന മറ്റേതെങ്കിലും ഗ്രന്ഥമുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത്ര കൃത്യമായിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇത് ചെയ്താൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്, മനസ്സിൻ്റെ ഭാവം എന്തായിരിക്കും, അഹങ്കാരത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും, ഇതൊക്കെ കൃത്യമായിട്ട് പറയുകയാണ്. ഇനി ഇത് ചെയ്തു നോക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. അത് ഭഗവാൻ അല്ല. ഇത് നമ്മൾ കേൾക്കാനിടയായത് തന്നെ, ഇത്ര വിസ്തരിച്ച് കേൾക്കാനിടയായത് തന്നെ നമ്മുടെ മഹാഭാഗ്യമാണ്. ഇത് പറയാനും നിങ്ങൾക്ക് കേൾക്കാനും സാധിക്കുന്നത് രണ്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ഈ ഭഗവത് അനുഗ്രഹം വൃഥാവിലാകാതിരിക്കാൻ ശ്രമിക്കേണ്ടത് നമ്മളാണ്. ഭഗവാൻ പറയുകയാണ്, ഈ പരമാനന്ദാനുഭൂതി ഉണ്ടാകുന്നതോടെ ശബ്ദം, സ്പർശം തുടങ്ങിയ വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായ വിരക്തി ഉണ്ടാകുന്നു. വിരക്തി ഉണ്ടാകാൻ വേറൊന്നും ചെയ്യണ്ട. ഈ വിഷയങ്ങളോട്, പരിമിതമായിട്ടുള്ള അനേകങ്ങളോടുള്ള ആസക്തി ഇല്ലാതായാൽ മാത്രമേ പരമമായതിൽ മനസ്സ് ലയിച്ചു ചേരുകയുള്ളൂ. പക്ഷേ ഈ അനേകങ്ങളോടുള്ള ആസക്തി ഇല്ലാണ്ട, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, പഞ്ചഭൂതാത്മകമായ ഇന്ദ്രിയജന്യമായ സുഖങ്ങളുടെ പുറകെയാണ് സർവദാ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്.
ഇത് നമ്മളെ വല്ലാതെ അലട്ടുകയാണ്. പക്ഷെ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റുന്നില്ല. നമുക്കറിയാം ഇത് അലച്ചിലാണെന്ന്, നമുക്കറിയാം ഇത് അലട്ടലാണെന്ന്, നമുക്കറിയാം ഇത് അസംതൃപ്തിദായകമാണ് എന്ന്. പക്ഷെ എന്നാലും നമുക്കതിനെ വിടാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ ധ്യാനം ചെയ്താൽ മതി. ഇഷ്ടത്തോടെ ആദ്യ ഇഷ്ടത്തെയും തുടങ്ങും, പിന്നെ അത് സ്നേഹമാകും, പിന്നെ അത് പ്രേമമാകും, പിന്നെ അത് പരാനുരാഗമായി മാറും കാലക്രമേണ. അങ്ങനെ ഈ അഭ്യാസത്തോടെ നമ്മളിത് ചെയ്താൽ നമ്മളിൽ മാറ്റമുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന മാറ്റം എന്തുണ്ടാകും? ശബ്ദം, സ്പർശം, രസം, ഗന്ധം തുടങ്ങിയവയോട് വിരക്തി ഉണ്ടാകും. ശബ്ദം, സ്പർശം തുടങ്ങിയ വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായ വിരക്തി ഉണ്ടാകും. വിരക്തി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് പോകും എന്നല്ല അർത്ഥം. വിരക്തി ഉണ്ടായാലും നമുക്ക് വിശക്കും, അപ്പോഴും നമുക്ക് ആഹാരം കഴിക്കേണ്ടി വരും. അപ്പോഴും ആഹാരങ്ങൾക്ക് സ്വാദുള്ളതും സ്വാദില്ലാത്തതും തന്നെയായിരിക്കും പല ആഹാരങ്ങളും, അല്ലാതെ കിട്ടുന്നത് കഴിക്കുക എന്നുള്ളതല്ല. പക്ഷെ പിന്നെന്താ വിരക്തി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ കഴിച്ച ആഹാരത്തിൻ്റെ സ്വാദ് ഇന്നും ആവർത്തിക്കാനുള്ള നമ്മുടെ ശ്രമമാണ് ദുഃഖത്തിൽ കലാശിക്കുന്നത്. ഇന്നലെ കഴിച്ച ആഹാരത്തെ ഇന്നലെ അവിടെ വിട്ട് ഇന്ന് കഴിക്കുന്ന ആഹാരത്തിൻ്റെ സ്വാദ് അനുഭവിച്ചുകൊണ്ട് കഴിക്കുകയാണ് എങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുക. ഇന്നലെ കുടിച്ച പായസവുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് ഇന്നത്തെ പായസത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളെ പറ്റി നമ്മൾ പറയുന്നത്. ഇന്നത്തെ പായസം ആസ്വദിക്കുന്നത് ഇന്നലത്തെ പായസത്തിൻ്റെ ആസ്വാദ്യതയുടെ പശ്ചാത്തലത്തിലാണ്. ഇന്നലത്തെ പായസത്തിൻ്റെ ആസ്വാദ്യത എന്ന് പറയുന്നതൊരു ഓർമ്മ മാത്രമാണ്. ആ പായസം കുടിച്ചപ്പോൾ, ഇന്നലെ പാലടപ്രഥമൻ കഴിച്ചപ്പോൾ ഉണ്ടായ അനുഭവം അത് ഓർക്കുമ്പോൾ ഇന്നില്ല. അതൊരു ഓർമ്മ മാത്രമാണ്. ആ ഓർമ്മയുടെ പശ്ചാത്തലത്തിലാണ് ഇന്നിൻ്റെ അനുഭവത്തെ നമ്മൾ വിലയിരുത്തുന്നത്. അപ്പം ഇന്നലത്തെ അനുഭവവും നമുക്കില്ല, ഇന്നത്തെ അനുഭവവും നമുക്കില്ല. എന്നും ഇങ്ങനെയാണ്. അപ്പം എന്താ കാരണം? ഇതിനോടൊക്കെ നമ്മൾ ആസക്തരായതുകൊണ്ടാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ അനാസക്തരായി കഴിഞ്ഞാൽ നമ്മൾ നാളെയും പാലടപ്രഥമൻ കഴിക്കും, ആസ്വദിച്ച് തന്നെ കഴിക്കും. പക്ഷെ നമുക്കതിനോടൊരു ക്രേവിങ് ഉണ്ടാവില്ല. നമുക്കതിനോടൊരു ഇനിയും വേണം, ഇനിയും ഇതേ സ്വാദ് ആവർത്തിക്കണം എന്ന ആഗ്രഹമൊന്നും ഉണ്ടാവുന്നില്ല. നമ്മുടെ മുമ്പിലേക്ക് ഭഗവാൻ കൊണ്ടുതരുന്ന വിഷയങ്ങളെ നമ്മൾ അനുഭവിക്കും. അവിടെ ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും ആസക്തിയുടെ പശ്ചാത്തലത്തിൽ ഉള്ളതായിരിക്കില്ല. നമ്മളിലുള്ള ആസക്തിയുടെ ഘടകം ഈ ഭഗവത് ധ്യാനത്തിൽ ഉണ്ടാകുന്ന പരമമായ ആനന്ദത്താൽ ഇല്ലാണ്ടെയായി തീരും. ഇപ്രകാരം ഈ പരമാനന്ദാനുഭൂതി ഉണ്ടാകുന്നതോടുകൂടി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പരമാനന്ദാനുഭൂതി ഉണ്ടാകുന്നതോടുകൂടി അനൽപമായതിനെ അനുഭവിച്ചു കഴിഞ്ഞാൽ അല്പമായതിനോടൊരു ആസക്തി ഉണ്ടാവുകയില്ല. വലുതായിട്ടുള്ള സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ടുള്ളതിനോട് വലിയ ആഗ്രഹമൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. അതുവരെ ആശ്രയമായിരുന്ന അഹങ്കാരം പൂർണ്ണമായും നശിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തിയുടെ ആശ്രയ കേന്ദ്രം ഈ ഞാനാണ്. ബേസിസ് ഓഫ് നമ്മുടെ ലൈഫ് ഈ ഞാനാണ്. ഞാനില്ലാണ്ടായി കഴിഞ്ഞാൽ, അതാണല്ലോ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് വലിയ പേടി. കാരണം ഞാനില്ലാണ്ടാവുകയാണേ. ഞാനില്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിന് എന്താ സംഭവിക്കുക? ഞാനാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം. ആ ആശ്രയമായിരിക്കുന്ന അഹങ്കാരം പൂർണ്ണമായും നശിക്കുന്നു. അഹങ്കാരം ഇല്ലാണ്ടായാൽ ബുദ്ധിമുട്ടാവുമോ? ഇല്ല. തൽഫലമായി അതുകൊണ്ട് അഹങ്കാരം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ധ്യാതാവ്, ധ്യേയം, ധ്യാനം എന്നീ 3 കാര്യങ്ങളുടെ ലാഞ്ചന പോലും ഇല്ലാതാവും. ഈ ത്രിപുടി ധ്യാനധ്യാതൃധ്യേയരൂപ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ, മാനമാതൃമേയരൂപ എന്ന് ദീക്ഷിത കൃതിയായ ബാലാംബികാം ഭജരേ എന്ന കീർത്തനത്തിൽ ഈ ത്രിപുടി എല്ലാത്തിലും ഉണ്ട്. ഈ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, നോളജ്, ഇത് 3ഉം ഇല്ലെങ്കിൽ പ്രപഞ്ചമില്ല. ഈ 3ൻ്റെയും അടിസ്ഥാന ഘടകം ധ്യാതാവ്, ധ്യേയം, ധ്യാനം, ഇതിൻ്റെ അടിസ്ഥാന ഘടകം സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, നോളജിൻ്റെ അടിസ്ഥാന ഘടകം ആരാ? ആശ്രയ ആരാ? ഞാൻ. ഈ ഞാനാണ് ഇതിനെയെല്ലാം നിലനിർത്തുന്നത്. ഭേദതലത്തിൻ്റെ ആശ്രയ കേന്ദ്രം ഞാൻ ആണ്.
ഞാനാണ് ഡ്യുവാലിറ്റിയുടെ ഉപജ്ഞാതാവ്. ആ ഞാൻ ഇല്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ എന്താ അനുഭവം ഉണ്ടാവുക? നോൺ ഡ്യുവൽ അനുഭവമാണ് ഉണ്ടാവുക, അഭേദാനുഭവമാണ് ഉണ്ടാവുക. അഭേദാനുഭവത്തിന് തടസ്സമായി നിൽക്കുന്നത് ഈ അഹങ്കാരമാണ്. ഈ ഞാനാണ് എല്ലാത്തിനും തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചത്, ആനന്ദചിന്മയാഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം. അഥവാ തോന്നുകയാണെങ്കിലോ ഇത് മുഴുവനും ഞാനാണെന്ന ഭാവം ഉണ്ടാകണം. ഈ സങ്കുചിതമായ ഞാനാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവനും കാരണം. ജീവിതത്തിൻ്റെ മനോഹാരിത ആസ്വാദ്യകരമല്ലാണ്ടാക്കുന്നത് ഈ സങ്കുചിതമായ ഞാനാണ്. അതാകട്ടെ ഇല്ലാതാവുകയില്ല. ജന്മത്തോടൊപ്പം ജനിച്ചപ്പം മുതൽ നമ്മളോടൊപ്പം പ്രവർത്തിച്ച് വരുന്നത്. നമ്മളൊന്നും വിചാരിച്ചിട്ടല്ല ഈ ഞാൻ ഉരുത്തിരിഞ്ഞ് വരുന്നത്. ഞാൻ ഉരുത്തിരിഞ്ഞ് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പം ഉണ്ട് എന്ന് കരുതുന്നത്. ഈ ഞാൻ ഇല്ലാതാകണം. ഈ ഞാൻ ഇല്ലാണ്ടാവുക അത്ര എളുപ്പമല്ല. അതിന് ഈ ധ്യാനം ചെയ്യണം. ഈ ധ്യാനം ചെയ്താലുണ്ടാകുന്ന പരമാനന്ദ അനുഭൂതിയോടുകൂടി അല്പമായതിനോട് ആസക്തി ഇല്ലാണ്ടാവും. ഇതിനെല്ലാം ബേസിസ് ആയിട്ടുള്ള ഞാൻ എന്ന ഭാവം ഇല്ലാണ്ടാവും. അപ്പം എന്ത് പറ്റും? സബ്ജക്റ്റ് ഇല്ലാണ്ടായ ഒബ്ജക്റ്റ് നോളജും ഇല്ല. ധ്യാതാവ് ഇല്ലാണ്ടായാൽ ധ്യാനവും ധ്യേയവുമില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? തൽഫലമായി ധ്യാതാവ്, ധ്യേയം, ധ്യാനം എന്നീ 3 കാര്യങ്ങളുടെ ലാഞ്ചന പോലും ഇല്ലാതാവുകയും മനസ്സ് പരമാനന്ദത്തിൽ ലയിക്കുകയും ചെയ്യും. ഡ്യുവാലിറ്റിക്ക്, ഭേദചിന്തകൾക്കു കാരണമായിട്ടുള്ളതെല്ലാം ലയിച്ച് തീരുകയാണ്. അഹങ്കാരവും മനസ്സുമാണ്, ചിന്തകളാണ് ഇതിനെല്ലാം പരിമിതമായി നിലനിർത്തുന്നത്. ഞാൻ എന്ന ഭാവവും അതുണർത്തുന്ന ചിന്തകളുമാണ് ഈ ലോകത്തെ പരിമിതമാക്കി നിലനിർത്തുന്നത്. ഓരോന്നും ഇന്നതാണ് എന്ന് ഞാനും എൻ്റെ മനസ്സും കൂടിയാണ് തീരുമാനിക്കുന്നത്. ഞാൻ ഇമ്പ്യൂട്ട് ചെയ്യുന്നതാണ് ഈ ലോകത്തുള്ള ഓരോന്നിൻ്റെയും അർത്ഥം. ഞാനാണ് ഈ പ്രപഞ്ചത്തെ, ഭേദപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് ഇല്ലാതെയാക്കുന്നത്. ആ ഞാൻ നശിച്ചു കഴിഞ്ഞാൽ ധ്യാതാവ്, ധ്യേയം, ധ്യാനം എന്നീ കാര്യങ്ങളുടെ ലാഞ്ചന ട്രേസസ് പോലുമില്ല, ഇല്ലാതാവുകയും മനസ്സ്, മെഡിറ്റേഷൻ, ചിന്തിക്കുന്നത്, ചിന്തകളുടെ ഉറവിടം, അത് പരമാനന്ദത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. അതോടെ അപ്പോൾ എന്ത് സംഭവിക്കും? അഹങ്കാരം ഇല്ലാണ്ടായി. അപ്പം മനസ്സിൽ ലയിച്ചു ചേർന്ന് എന്ത് സംഭവിക്കും? അതോടെ ജീവാത്മാവ്, നമ്മൾ ഓരോരുത്തരും അല്പമായ ആത്മാവാണെന്ന് കരുതിയിരിക്കുന്നത്, ഈ ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള ഭേദം തന്നെ ഉണ്ടാക്കുന്നത് ഈ ഞാനാണ്. ഞാൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഞാൻ ഡ്യുവാലിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എവിടെയൊക്കെ ഈ ഡ്യുവാലിറ്റി ഭേദതലം ഉണ്ടാകുന്നു അവിടെയൊക്കെ അസംതൃപ്തിയും ഭയവും സങ്കടവും ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ഞാൻ എപ്പോഴും എല്ലാത്തിലും കയറി ഇടപെട്ട് സുഷുപ്തിയിൽ മാത്രം ഈ ഞാൻ കുറച്ച് ഡോർമെൻ്റ് ഇല്ല. അതുകൊണ്ട് ആ സുഷുപ്തിയിൽ നല്ല സുഖ, ഡീപ്പ് സ്ലീപ്പ് നല്ല സുഖ. നന്നായിട്ട് സുഷുപ്തിയിലാണ്ട് ഉണർന്നു കഴിഞ്ഞാൽ ഒരു ഉന്മേഷമാണ്. ഈ ഞാനാ പലപ്പോഴും നമ്മൾ പ്രായമാകുമ്പോൾ ഈ ഞാൻ ഉറങ്ങാൻ പോലും നമ്മളെ സമ്മതിക്കില്ല. ഈ ഞാനും മനസ്സും കൂടി, അഹങ്കാരവും മനസ്സും കൂടി നമ്മളെ ഉറങ്ങാൻ പോലും സമ്മതിക്കുകയില്ല. അപ്പോൾ സുഷുപ്തിയിലുണ്ടാകുന്ന ആനന്ദാനുഭവം പോലും നമുക്ക് നിഷേധിക്കപ്പെടും. ഞാൻ ഈ പണി ചെയ്തുകൊണ്ടേയിരിക്കും, ഈ ഡ്യുവാലിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ ഉണ്ടാക്കിയ ഡ്യുവാലിറ്റിയാണ് ജീവാത്മാവ്, പരമാത്മാവ്. ഞാനും ഇല്ലാണ്ടായി മനസ്സിൽ ലയിച്ചു കഴിഞ്ഞാലോ അപ്പോൾ അതോടെ ജീവാത്മാവ് സ്വരൂപം തന്നെയായ ഏകനായ ആത്മാവായി ഭവിക്കുന്നു. വേറൊന്നായി തീരുകയല്ല. ഈ ജീവാത്മാവ് ഒപ്പം വേഷം മാറി പരമാത്മാവുകയല്ല. ഈ ജീവാത്മാവ് സ്വരൂപം തന്നെയായ, അതിൻ്റെ യഥാർത്ഥ രൂപം തന്നെയായ, അതിൻ്റെ യഥാർത്ഥ ഭാവം തന്നെയായ ഏകനായ ആത്മാവായി ഭവിക്കുന്നു. ഇമ്മീഡിയറ്റാണ്. ഞാനും മനസ്സും ലയിച്ചു കഴിഞ്ഞപ്പം ഇമ്മീഡിയറ്റാണ്. അവിടെ വെള്ളത്തിൽ നമ്മൾ ചന്ദ്രൻ്റെ പ്രതിഫലനം കാണുകയാണ്. വെള്ളം വറ്റിക്കഴിഞ്ഞാലോ ആ ചന്ദ്രനെ നമുക്ക് ഇമ്മീഡിയറ്റ്ലി അവിടെ, അതുവരെ നമുക്ക് 2 ചന്ദ്രനുണ്ടോ എന്ന് തോന്നും. ഈ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ചന്ദ്രനേ ഉള്ളൂ. അതേപോലെ ആത്മാവായി അതോടെ ജീവാത്മാവ് സ്വരൂപം തന്നെയായ ഏകനായ ആത്മാവായി ഭവിക്കുന്നു. ശരീരം, ഇന്ദ്രിയങ്ങൾ, അഹങ്കാരം എന്നിവയെ അതുവരെ ദർശിച്ചു കൊണ്ടിരുന്ന മനസ്സ് നശിച്ചു പോയതിനാൽ ആത്മാവിൽ നിന്ന്
ഭിന്നമായിട്ടുള്ള മറ്റൊന്നിനെയും കാണുന്നതേയില്ല. ഈ ശരീരം, ഇന്ദ്രിയങ്ങൾ, അഹങ്കാരം ഇതിനെയൊക്കെ സദാ ദർശിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സാണ് ഇതിനെയെല്ലാം നിലനിർത്തുന്നത്. അഹങ്കാരവും മനസ്സും കൂടിയാണ് ഇതിനെയെല്ലാം നിലനിർത്തുന്നത്. ഈ മനസ്സിനിപ്പോൾ എന്ത് സംഭവിച്ചു? മനസ്സ് ലയിച്ചു പോയി. ഉപ്പുപാവ കടലിൻ്റെ ആഴമറിയാൻ കടലിലേക്ക് ഇറങ്ങിയപ്പോൾ സ്വയം അലിഞ്ഞ് കടലായി തീർന്നതുപോലെ മനസ്സില്ലാണ്ടായി തീർന്നു. അപ്പം എന്ത് സംഭവിച്ചു? മനസ്സ് നശിച്ചു പോയി. അപ്പം ഭേദം ഇല്ല, ഡ്യുവാലിറ്റി ഇല്ല. അപ്പം ആത്മാവിൽ നിന്ന്, തന്നിൽ നിന്ന്, ഏകനായ ആത്മാവിൽ നിന്ന് ഭിന്നമായിട്ടുള്ള മറ്റൊന്നിനെയും കാണുന്നതേയില്ല. എല്ലാം തൻ്റെ തന്നെ പ്രതിഫലനമായിട്ടാണ് കാണുന്നത്. ഏകനായ പരമാത്മാവിനെ മാത്രം മറവ് കൂടാതെ സാക്ഷാത്തായി കാണുന്നു. ഏകനായ പരമാത്മാവിനെ മാത്രം. ഈ ഏകനായ പരമാത്മാവിനെ പലതായിട്ട് കാണിച്ചു തരുന്നത് ഈ അഹങ്കാരവും മനസ്സുമാണ്. അത് രണ്ടും ഇല്ലാണ്ടായി, അന്ധകരണം ഇല്ലാണ്ടായി. അപ്പോൾ എന്ത് സംഭവിച്ചു? പിന്നെ ഏകനായ പരമാത്മാവ് മാത്രമേ ഉള്ളൂ. ആ ഏകനായ പരമാത്മാവിനെ മാത്രം മറവ് കൂടാതെ സാക്ഷാത്തായി കാണുന്നു. ജീവാത്മാവ് പരമാത്മാവ് എന്ന ദ്വന്ദ്വഭാവത്തെ വിട്ട് സർവാത്മാവായി പ്രകാശിക്കുന്നു. അപ്പം ഈ ഭേദഗതികൾ അതൊക്കെ ഇല്ലാതെയായി സർവാത്മാവായി, പരമാത്മാവും ജീവാത്മാവും ഒക്കെ ഇല്ലാതെയായി സർവാത്മാവായി, എല്ലാവരുടെയും ആത്മാവായി പ്രകാശിക്കുന്നു. ഒറ്റ ആത്മാവേ ഉള്ളൂ. അപ്പോൾ താൻ തന്നെയാണ് എല്ലാവരുമായി പ്രകാശിക്കുന്നതോ. പരമാത്മാവ് എന്ന ജീവാത്മാവ് പരമാത്മാവ് എന്ന ദ്വന്ദ്വഭാവത്തെ വിട്ട് സർവാത്മാവായി പ്രകാശിക്കുന്നു. ഇത് തന്നെയാണ് നിർവാണം അഥവാ ആത്മസാക്ഷാത്കാരം. സെൽഫ് റിയലൈസേഷൻ്റെ ഏറ്റവും ഉയർന്ന തലത്തെ ഭഗവാൻ തൻ്റെ അമ്മയ്ക്ക് വളരെ ലളിതമായി പറഞ്ഞു കൊടുത്തു.